ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ നമുക്ക് പറഞ്ഞങ്ങനെ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെഡ് ലൈറ്റിന് വെട്ടം കുറവുണ്ട്, അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുക. ഈ രണ്ട് കംപ്ലയിൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഹെഡ് ലൈറ്റ് വെട്ടം കുറവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ഈ കോയിൽ അസംബ്ലി പോയതാണ്, കോയിൽ കത്തിപ്പോയതാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അതിൻ്റെ എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് അല്ല, ഈ സൈഡൊക്കെ കരിഞ്ഞിരിക്കുക. അപ്പോൾ ആ കോയിൽ അസംബ്ലി നമ്മൾ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വെട്ടത്തിൻ്റെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്ത് നിലവിൽ അതിൻ്റെ ഹബ്ബൊക്കെ കംപ്ലയിൻറ്റാണ്. ഈ ഹബ്ബ് വീല് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യിക്കുമ്പോൾ തന്നെ നല്ലോണം ഇളകിക്കൊണ്ടിരിക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബെയറിങ്ങൊക്കെ പോയി കിടക്കുക. അതേപോലെ ബെയറിങ് അടിക്കണത് ഈ സീറ്റിങ്ങൊക്കെ പോയിട്ട് കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഹബ്ബും ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ട ഈ സൈഡൊക്കെ പൊട്ടിപ്പോയേക്കണതാണ് കേട്ടോ. അപ്പോൾ ഹബ്ബ് അസംബ്ലി മാറ്റിയിട്ട് ലൈനർ ബ്രേക്ക് ബെയറിങ്ങും ലൈനറും മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. കാരണം ഇപ്പോൾ ലൈനർ നമുക്കിപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്, നല്ല തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹബ്ബ് മാറ്റണം, അതേപോലെ തന്നെ ബെയറിങ്ങും മാറ്റിയിട്ട് ബ്രേക്ക് ലൈനർ ഇടാണ് ആ കംപ്ലയിൻ്റ് അവിടെ അങ്ങോട്ട് തീർന്നുള്ളൂ കേട്ടോ. അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ ബെയറിങ്ങിന് ഇവിടെ സീറ്റിംഗ് അടിക്കാമെന്ന് പറഞ്ഞാൽ ഈ ഡാമേജുള്ള ഹബ്ബുമ്മേക്ക് അടിക്കുന്നത് മണ്ടത്തരാം. തന്നെയല്ല നമുക്ക് ഈ ലൈനർ ഒരേണ ഭാഗമുണ്ടല്ലോ, ഇവിടെ നല്ല രീതിയിൽ തേയ്മാനമുണ്ട്, ഒരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലൈനർ അങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹബ്ബ് മാറ്റിയിട്ട് ലൈനർ മാറ്റുമ്പോഴാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ബെയറിങ് സീറ്റിങ്ങും പോയേക്കാണല്ലോ. അപ്പോൾ അതുമിട്ട് റിപ്പയർ ചെയ്യാണ്ടിരിക്കണതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ച് നമ്മൾ ഞാൻ ഹബിൻ്റെ ഒക്കെ റേറ്റൊക്കെ നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അതനുസരിച്ച് പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ മാറ്റി കളയാനാണ് നല്ലത്. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇടാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.